ജപ്പാനിലെ ജനങ്ങളെ ഭീതിയിലാക്കി മനുഷ്യനെ കൊന്നു തിന്നുന്ന വൈറസായ STSS എന്ന് പറയുന്ന അതിദാരുണമായ വൈറസ് ജപ്പാനിൽ ഉടനീളം പടർന്നു പിടിക്കുകയാണ്. ഈ കേസ് ജപ്പാനിൽ മാത്രമല്ല സ്ഥിരീകരിക്കപ്പെട്ടത്, വിവിധ തരം യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കാൻ പോകുന്ന വൈറസാണ് ഈ STSS എന്ന് പറയുന്ന അതിദാരുണമായ വൈറസ്. ഈ STSSന്റെ ഫുൾ ഫോം എടുത്ത് നോക്കുകയാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ വൈറസിന്റെ ഫുൾ ഫോം. NIAIDയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വൈറസ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ്, മനുഷ്യന്റെ ശരീരത്തിലുള്ള സ്കിന്ന് മുഴുവൻ തിന്ന് നശിപ്പിക്കും. അതുമാത്രമല്ല, പിന്നീട് ഈ വൈറസ് നമ്മുടെ ഞരമ്പിലോട്ട് പ്രവേശിക്കുകയും പിന്നീട് മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തസ്രാവത്തിലെ കുറവ് മൂലം മനുഷ്യൻ മരണത്തിനോട് കീഴടങ്ങുകയും ചെയ്യും. NIAIDയുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്രാവശ്യം, അതായത് ഈ വർഷം ജൂൺ 2 977 ആളുകൾക്കാണ് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം സ്ഥിരീകരിക്കപ്പെട്ടത് ഈ രോഗം 941 ആളുകൾക്കാണ്. ഈ വർഷം കഴിഞ്ഞതിനേക്കാൾ മുമ്പേ തന്നെ വളരെയധികം കൂടുതലായി ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ടോക്കിയോ വുമൻസ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ ടി കുക്കുനി പറഞ്ഞു, ഒരു ആളുടെ കാലിൽ ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഉച്ചയോടുകൂടി ആ രോഗിയുടെ കാലിൽ നിന്നും കാൽമുട്ടിലോട്ട് ഈ രോഗം പടർന്നു പിടിക്കും. പിന്നീട് 48 മണിക്കൂറോടുകൂടി ഈ രോഗി മരണത്തിനോട് കീഴടങ്ങുകയും ചെയ്യും. 50 വയസ്സിനുള്ള മുകളിലുള്ള ആളുകളുടെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കേസ് ജപ്പാനിൽ മാത്രമല്ല സ്ഥിരീകരിച്ചത്. കുറഞ്ഞത് 2022 കുറഞ്ഞത് 5 യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ലോകാരോഗ്യ സെന്ററിന്റെ കീഴിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് കിക്കുഞ്ഞി പറഞ്ഞത്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും സങ്കടപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വിഷമത്തിലാക്കുന്നതും ഒരു കാര്യമാണ്, ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ 30% ആളുകൾ മരണത്തിനോട് കീഴടങ്ങും എന്ന കാര്യമാണ്. അതായത് 10 ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 3 ആളുകൾ മരണത്തിനോട് കീഴടങ്ങും. ഭാഗ്യമുണ്ടെങ്കിൽ 7 ആൾക്കാർ രക്ഷപ്പെടും എന്ന കാര്യമാണ് കിക്കുഞ്ഞി പറഞ്ഞത്. ഇങ്ങനെയൊരു വൈറസും കാര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് അറിയിക്കാമെന്ന രീതിയിലാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റേത് ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷ. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ഓഫ്.